മഹാനും ഭയങ്കരനുമായി ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന നമ്മുടെ കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രത്യേക സമയം പല സ്ഥലങ്ങളിൽ നിന്ന് ദൈവവചന പഠനത്തിൽ സംബന്ധിക്കുന്ന, ഇതിനുശേഷം ഞങ്ങളെ കേൾക്കുകയോ കാണുകയോ ചെയ്യുന്ന എല്ലാ കർത്താവിന്റെ ദാസിദാസന്മാർക്കും എല്ലാ വിശുദ്ധന്മാർക്കും ക്രിസ്തീയ വന്ദനങ്ങൾ. സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ആയിരിക്കാൻ ദൈവം ഒരുക്കുന്ന വിലയേറിയ അവസരങ്ങൾക്കായി ദൈവത്തെ ഞാൻ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവ് നമ്മുടെ ഈ കൂടിവരവുകളിലൂടെയും നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലൂടെയും മഹത്വമെടുക്കട്ടെ, വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആഴ്ചയുടെ അവസാന ദിവസം വരെ ദൈവം നമ്മെ കാത്തുവല്ലോ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാളെ പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിലായി സഭായോഗമായിട്ട് നാം കൂടുമ്പോഴും ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെയൊക്കെ മേൽ പകരപ്പെടേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്കെല്ലാവർക്കും ദൈവം അധികം കൃപ നൽകുമാറാകട്ടെ. നമുക്ക് വേഗത്തിൽ തന്നെ വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ മുതൽ നമ്മൾ ആ അധ്യായത്തിൽ നിന്ന് വിചിന്തനം ചെയ്യുവാനായിട്ട് ആരംഭിച്ചു. ഇന്നലെ നമ്മൾ കണ്ടതുപോലെ 10-ാം അധ്യായവും 1-ാം അധ്യായത്തിന്റെ ഏകദേശം 14 വരെയുള്ള വാക്യങ്ങളും 6ഉം 7ഉം കാഹളങ്ങൾക്ക് ഇടയിലുള്ള ഒരു സമയവും ആ സമയത്ത് സംഭവിക്കുന്ന വിഷയങ്ങളുമാണ് അവതരിപ്പിക്കുന്നത്. മറ്റൊരർത്ഥത്തിൽ 2-ാമത്തെയും 3-ാമത്തെയും കഷ്ടങ്ങൾക്ക് ഇടയിലുള്ള ചില സംഭവ വികാസങ്ങൾ. അതാണല്ലോ നാം ഇപ്പോൾ ഈ 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 11-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വരെ ചിന്തിക്കുന്നത്, പഠിക്കുന്നത്. സ്തോത്രം. നമുക്ക് ഒന്നും കൂടെ 10-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ചാപ്റ്റർ 10 വേഴ്സസ് 1 through 5. ബലവാനായ മറ്റൊരു ദൂതൻ സ്വർഗത്തിൽ നിന്നിറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ മേഘം ഉടുത്തും തലയിൽ ആകാശവില്ല് ധരിച്ചും മുഖം സൂര്യനെ പോലെയും കാൽ തീത്തൂണ് പോലെയും ഉള്ളവൻ. അവന്റെ കയ്യിൽ തുറന്ന ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. 7 ഇടിനാദം മുഴങ്ങിയപ്പോൾ ഞാൻ എഴുതുവാൻ ആരംഭിച്ചു. എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കുക എന്ന് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്നവനായി ഞാൻ കണ്ട ദൂതൻ വലങ്കൈ ആകാശത്തിലേക്ക് ഉയർത്തി. സ്തോത്രം. താങ്ക് യു അമ്മമ്മേ. നമ്മൾ കണ്ടതുപോലെ 10-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ 11-ാം അധ്യായത്തിന്റെ 13 അല്ലെങ്കിൽ 14-ാമത്തെ വാക്യം വരെ ഒരു ഇടവേളയാണ്. അതിന് മുൻപ് നടന്നത് 2-ാമത്തെ കഷ്ടം, പിന്നീട് 3-ാമത്തേത് വരാനിരിക്കുന്നു. അതിനിടയിൽ ഈ സംഭവങ്ങളെ കുറിച്ച് യോഹന്നാൻ പറയുന്നു. വീണ്ടും ആവർത്തിക്കട്ടെ, ആ സമയത്തല്ല ഇത് സംഭവിക്കുന്നത്, പക്ഷെ യോഹന്നാൻ നമ്മോട് അപ്പോഴാണ് പറയുന്നതെന്ന് മാത്രം. സ്തോത്രം. കാലക്രമം, സംഭവങ്ങളുടെ സമയക്രമം അല്ലെങ്കിൽ കാലക്രമം അനുസരിച്ചല്ല ഇത് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞതാണല്ലോ. ഒന്നും കൂടെ ഞാൻ ആവർത്തിച്ചു പോകുന്നു എന്നേ ഉള്ളൂ. ഇവിടെ യോഹന്നാൻ 1-ാമത് ശക്തനായ മറ്റൊരു ദൂതന്റെ വെളിപ്പാട് കാണുന്നു. ആ ദൂതന്റെ ഡിസ്ക്രിപ്ഷൻസ്, വിവരണങ്ങളൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു.
ആ ദൂതൻ യേശുവാണെന്നും അല്ല, സാധാരണ ദൈവദൂതന്മാരിൽ ഒരാളാണെന്നും ഉള്ള രണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. യേശുവല്ല മറ്റൊരു ദൂതനാണെന്ന് പറയുമ്പോൾ അത് പ്രധാന ദൂതനായ മീഖായേലാണ് എന്ന ഒരു ചിന്താഗതിയുമുണ്ട്. ഏതായാലും ആ ദൂതന്റെ പല വിവരണങ്ങളും യേശുക്രിസ്തുവിന്റെ ആളത്വത്തോട് ഒക്കുന്നതാണെങ്കിൽ കൂടെ അത് യേശു അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് പ്രധാന കാരണം വെളിപ്പാട് പുസ്തകത്തിൽ യേശുവിനെ ദൂതനെന്ന് വിശേഷിപ്പിക്കുന്നില്ല. പഴയ നിയമത്തിൽ യഹോവയുടെ ദൂതൻ എന്ന നിലയിൽ യേശുക്രിസ്തുവിനെ നമുക്ക് കാണാം. ക്രിസ്റ്റോഫനി യേശുക്രിസ്തുവിന്റെ പ്രദർശനങ്ങൾ, വെളിപ്പാടുകളായി പഴയ നിയമത്തിലുണ്ട്. ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ്, യഹോവയുടെ ദൂതൻ എന്ന നിലയിൽ. ഇവിടെ മറ്റൊരു ദൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ ഇതിനു മുമ്പ് പറഞ്ഞ ദൂതന്മാരുടെ ഗണത്തിൽ തന്നെയാണ് ഈ ദൂതനും എന്നത് വ്യക്തം. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ യേശുക്രിസ്തുവിൻ്റെതിനോട് സമം എന്ന് പറയാമെങ്കിലും അത് യേശു അല്ല എന്ന് ഗ്രഹിക്കുന്നതിന് പ്രയാസമില്ല. ഇത്രയും വ്യക്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. ഇന്നലെ നമ്മൾ പഠിച്ച ഈ വിഷയങ്ങളിൽ എന്തെങ്കിലും കൂടുതൽ വിശദീകരണം വേണമെങ്കിൽ ചോദിച്ചാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഇത് വിശുദ്ധ ദൂതനാണോ അതോ മറ്റേ 4 ദൂതന്മാരെ പോലൊരു ദൂതനാണോ? ദൈവത്തിന്റെ ദൂതനായത് വിശുദ്ധ ദൂതൻ തന്നെ. കാരണം അദ്ദേഹം ചെയ്യുന്ന ശുശ്രൂഷകൾ ഇവിടെ ദൈവത്തിന് പകരക്കാരനായിട്ടാണ് ചെയ്യുന്നത്. അത് മുൻപോട്ട് ഭാവി സംഭവിപ്പാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഒരു ചുരുൾ പ്രവാചകന് തിന്നാൻ കൊടുക്കുന്നു. ഒരിക്കലും അത് ഒരു ദുഷ്ടദൂതന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ്. മറ്റെന്തെങ്കിലും? ശരി, വേറെ ഒന്നുമില്ല എങ്കിൽ നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് മുൻപോട്ട് യാത്ര ചെയ്യാം. അപ്പോൾ ഈ ദൂതന്റെ വിവിധ വിവരണങ്ങൾ നമ്മൾ ഈ അധ്യായത്തിൽ നിന്ന് കണ്ടു. അതുകൊണ്ട് ആ ഭാഗങ്ങൾ ഇനി ആവർത്തിക്കുന്നില്ല. ഇനി നമുക്ക് കാണാനുള്ളത് രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്ന ഈ ദൂതന്റെ കയ്യിൽ ഉണ്ടായിരിക്കുന്ന ചെറുപുസ്തകമാണ്. ചെറുപുസ്തകം. ബാക്കിയുള്ള കാര്യങ്ങളുടെ വിവരണങ്ങൾ ആവശ്യമില്ലെന്ന് ഞാൻ കരുതുന്നു. ഈ ചെറുപുസ്തകം, അപ്പൊ ഈ ദൂതൻ ആരാണ്? അദ്ദേഹം ദൈവത്തിന്റെ ഒരു വിശുദ്ധ ദൂതനാണ് എന്നത് സംശയം കൂടാതെ ഉറപ്പിക്കാം. അദ്ദേഹത്തിന്റെ മറ്റു പല വിവരണങ്ങൾ, 10ഓളം വിവരണങ്ങൾ നമ്മൾ ഇന്നലെ കണ്ടു. അതിൽ നമുക്ക് എടുത്തു പറയുവാനുള്ളതാണ് രണ്ടാമത്തെ വാക്യത്തിൽ നാം കാണുന്ന ദൂതന്റെ കയ്യിൽ ഇരിക്കുന്ന ചെറുപുസ്തകം. ആ ചെറുപുസ്തകം നാം കാണുന്നു അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ. 9-ാം വാക്യം കൂടെ വായിച്ചോളൂ. 8ഉം 9ഉം വായിച്ചോളൂ. 8ഉം 9ഉം. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു. നീ ചെന്ന് സമുദ്രത്തിന്മേലും
ഭൂമിമേൽ നിൽക്കുന്ന ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പിക്കും, എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. നാം രണ്ടാമത്തെ വാക്യത്തിൽ ഈ ദൂതന്റെ കയ്യിൽ തുറന്നിരിക്കുന്ന ഒരു ചെറു പുസ്തകം കാണുന്നു. 8-ാം വാക്യത്തിൽ ദൈവശബ്ദമായിട്ട് യോഹന്നാൻ കേൾക്കുന്നു, നീ ചെന്ന് ദൂതന്റെ കയ്യിൽ നിന്ന് പുസ്തകം വാങ്ങുക. താൻ ചെന്ന് പുസ്തകം ചോദിക്കുന്നു. ആ കൊച്ചു പുസ്തകം ദൂതൻ യോഹന്നാന് കൈമാറുന്നു. ആ ചെറു പുസ്തകം അല്ലെങ്കിൽ ചുരുൾ യോഹന്നാന് തിന്നാൻ കൊടുക്കുന്നു. യോഹന്നാൻ അത് കഴിച്ചു. അത് വായിലും വയറിലും 2 തരത്തിലുള്ള പ്രതിഫലനങ്ങൾ ഉളവാക്കുന്നു. ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത്, ഈ ചെറു പുസ്തകം എന്തായിരിക്കാം? യോഹന്നാൻ ഈ ചെറു പുസ്തകം തിന്നു എന്നതിന്റെ അർത്ഥം എന്താകാം? യോഹന്നാന്റെ വായിലും വയറ്റിലും കയ്പും മധുരവുമായി അത് മാറിയതിന്റെ അർത്ഥവും എന്ത്? ഈ 2-3 കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് പഠിക്കാനുണ്ട്. എന്തു പറയുന്നു? എന്താകാം ഈ ചെറു പുസ്തകം? തുറന്നിരിക്കുന്ന ചെറിയ പുസ്തകം. നമ്മുടെ ചിന്തയിൽ എന്താകാം? നമുക്കൊന്ന് ആക്റ്റീവായി പോകാനാ ചോദിക്കുന്നത്. തെറ്റിയാലും സാരമില്ല, ചിന്തിക്കാനും കൂടെ ഞാൻ ഈ സമയം ഇട്ടുതരികയാണ്. അഭിഷേകമാണോ? അഭിഷേകം അല്ല. അത് പുസ്തക രൂപത്തിലല്ല ഒരിടത്തും തന്നെ അഭിഷേകത്തെ കുറിച്ച് പറയുന്നത്. ദൈവവചനമാണോ? തെന്നെക്കാളും തെൻകട്ടേക്കാളും മധുരമുള്ള ദൈവവചനം. ദൈവവചനം എഴുതപ്പെട്ട ദൈവവചനം എന്ന അർത്ഥത്തിലാണോ? ആ തേനിനേക്കാളും തേൻകട്ടയേക്കാളും മധുരമെന്ന് സങ്കീർത്തനത്തിൽ വായിക്കുന്നത് ന്യായപ്രമാണം അല്ലെങ്കിൽ എഴുതപ്പെട്ട വചനത്തെ കുറിച്ചാണ്. ഏതായാലും ആ വചനം അല്ല തിന്നാനായിട്ട് കൊടുത്തത്. അതിനോടൊക്കെ സമമായതാകാം. മറ്റെന്തെങ്കിലും? പാസ്റ്റർ, പഴയ നിയമത്തിലും ഇങ്ങനെ ഒരു കോണ്ടസ്റ്റ് ഉണ്ടോ? ഞാൻ എൻ്റെ ഒരു ഓർമ്മയില് ഇങ്ങനെ ഒരു കോണ്ടസ്റ്റ് ഉള്ളതായിട്ട് തോന്നുന്നല്ലോ. ഉണ്ടോ? തീർച്ചയായിട്ടും യഹസ്കേലിനോടുള്ള ബന്ധത്തിൽ. ഞാനത് ഇപ്പൊ ഓർത്താ. അതെ. അത് നല്ല സാമ്യമാണ്. ശരി, നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ പല വേദ പഠിതാക്കളും പറയാറുണ്ട്. ദൈവവചനം ആണെന്ന്. ദൈവവചനം ഞാൻ ഈ പറഞ്ഞതുപോലെ എഴുതപ്പെട്ട ദൈവവചനത്തെ സംബന്ധിച്ചാണെങ്കിൽ അതല്ല. അധികം പേരും ഇതേ സംബന്ധിച്ച് ചിന്തിക്കുന്നത് 5-ാം അധ്യായത്തിൽ നമ്മൾ മുദ്രയിട്ടൊരു പുസ്തകത്തെ കണ്ടു. In chapter 5 we see a sealed book, a 7-sealed book.
then we see the Lamb of God opens up those seals. And by the end of this chapter, particularly 8, we see, that book is opened. And therefore, some people think that the 7 sealed book in chapter 5 is now an open book, and that is this book. This is an opinion, okay? നമ്മൾ ഇതുവരെ പറയാഞ്ഞ ഒരു അഭിപ്രായമാണ് 5-ാം അധ്യായത്തിൽ 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട അടച്ചു വച്ചിരിക്കുന്ന ഒരു പുസ്തകം. 6-ാം അധ്യായം മുതൽ കുഞ്ഞാട് അതിന്റെ മുദ്രകൾ തുറന്ന് 7-ാമത്തെ മുദ്രയും തുറന്നു. അങ്ങനെ 5-ാം അധ്യായത്തിൽ പിതാവായ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പുത്രൻ ഏറ്റുവാങ്ങിയ 7 മുദ്രകൾ കൊണ്ട് മുദ്രയിട്ടിരിക്കുന്ന പുസ്തകമാണ് ഈ 10-ാം അധ്യായത്തിൽ വന്നപ്പോൾ തുറന്നിരിക്കുന്ന പുസ്തകം എന്നൊരു അഭിപ്രായമുണ്ട്. എന്നാൽ അതും ശരിയല്ല. That also a wrong understanding. അപ്പോൾ ഇത് ദൈവവചനമോ അല്ലെങ്കിൽ എഴുതപ്പെട്ട തിരുവെഴുത്തുകളോ കുഞ്ഞാട് കൈപ്പറ്റി മുദ്രകൾ തുറന്ന 5-ാം അധ്യായത്തിലെ മുദ്രിത പുസ്തകമോ ഒന്നുമല്ല. കാരണം ഈ പുസ്തകം എന്താണെന്ന്, അല്ലെങ്കിൽ ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന്, ഇതിന്റെ ഫലം എന്താണെന്ന് നമുക്ക് ഈ 10-ാമത്തെ അധ്യായത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ. സ്തോത്രം. അതിന്റെ 11-ാമത്തെ വാക്യം വായിച്ചേട്ടെ. 10 ലാസ്റ്റ് വേഴ്സ്. അവൻ എന്നോട്, നീ ഇനിയും അനേക വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. സ്തോത്രം. അതിന്റെ 6-ാമത്തെ വാക്യം കൂടെ വായിച്ചു. ഇനി കാലം ഉണ്ടാകയില്ല. 7-ാമത്തെ ദൂതൻ കാഹളം ഊതുവാനിരിക്കുന്ന നാദത്തിന്റെ കാലത്ത് ദൈവത്തിന്റെ മർമ്മം അവൻ തന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുത്തതുപോലെ നിവർത്തിയാകണമെന്ന് ആകാശവും അതിലുള്ളതും ഭൂമിയും അതിലുള്ളതും സമുദ്രവും അതിലുള്ളതും സൃഷ്ടിച്ചവനായി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ ചൊല്ലി സത്യം ചെയ്തു. സ്തോത്രം. അപ്പോൾ ഈ പുസ്തകത്തിന്റെ ഉള്ളടക്കം എന്താണ്? എന്തിനു വേണ്ടിയാണ് ഈ പുസ്തകം യോഹന്നാന് കൊടുത്തത്? അഥവാ യോഹന്നാൻ അത് തിന്നതിലൂടെ എന്താണ് അർത്ഥമാക്കുന്നത്? ആ പുസ്തകത്തിലുള്ള കാര്യങ്ങളെല്ലാം നിവർത്തി ആകും. പ്രവചിക്കുവാൻ. 11-ാമത്തെ വാക്യം നാം അതാണ് കണ്ടത്. ആ പുസ്തകം തിന്നു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അത് തിന്നുന്നതുമായി അതിന്റെ അർത്ഥത്തെക്കുറിച്ച് ദൂതൻ പറയുന്നു, നീ ഇനിയും അനേകം വംശങ്ങളെയും ജാതികളെയും ഭാഷകളെയും രാജാക്കന്മാരെയും കുറിച്ച് പ്രവചിക്കേണ്ടി വരും. ഏറ്റവും ഒന്നാമത് നമുക്ക് നോക്കാം, ഈ പുസ്തകം അക്ഷരീകമായൊരു പുസ്തകമാണോ? അക്ഷരീയ പുസ്തകമാകാൻ സാധ്യതയില്ല. അക്കാലത്ത് ഇംഗ്ലീഷിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നത്? വേഴ്സ് നമ്പർ 2. He had a little scroll open in his hand. Little scroll.
അതാണ് അതിന്റെ ശരിയായ തർജ്ജമ. നമുക്ക് നമ്മുടെ ഭാഷയിൽ ചെറുപുസ്തകം എന്നാണെങ്കിലും പുസ്തക ചുരുൾ എന്നതാണ് യഥാർത്ഥത്തിൽ സ്ക്രോൾ. എന്തിന്റെ സ്ക്രോളുകളായിരുന്നു, എന്തിന്റെ ചുരുളുകളായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത് നമുക്കറിയാമല്ലോ. തോൽ കൊണ്ടുള്ളത് ആണ് അധികവും. അതെ, നമുക്ക് ഉത്തരേന്ത്യയിലൊക്കെ ഈ പാലിന്റെ മിശ്രിതം കൊണ്ടുണ്ടാക്കുന്ന മിഠായിസ്, സ്വീറ്റ്സ് കിട്ടും. മിക്ക സ്വീറ്റ്സിന്റെയും മുകളിൽ ഒരു സിൽവർ പേപ്പർ ഒട്ടിക്കും. അത് ഇളക്കി കളയാനൊന്നും നോക്കത്തില്ല, കഴിക്കാൻ പറ്റുന്ന സിൽവർ പേപ്പറുകൾ. അത് ഇളക്കി കളയേണ്ട ആവശ്യമില്ല, അതിങ്ങനെ ചുരുട്ടി വെച്ചിരിക്കുന്നത് കഴിക്കാൻ പറ്റുന്ന ആ സ്വീറ്റ്സിനോട് കൂടെ. ഇതുപോലെ തിന്നാൻ പറ്റുന്ന വല്ല ചുരുളുമായിരുന്നോ അക്കാലത്ത് തിരുവെഴുത്തുകൾ അല്ലെങ്കിൽ സാധാരണ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാൻ പോലും ഉപയോഗിക്കുമായിരുന്നത്? അല്ല, ലെതർ സ്ക്രോൾസ് ആയിരുന്നു അധികവും. മൃഗങ്ങളുടെയും മറ്റും തുകൽ ചുരുളുകൾ, പ്രത്യേകമായിട്ട് സീസൺ ചെയ്തെടുത്ത, തയ്യാറ് ചെയ്തെടുത്ത, നമ്മുടെയൊക്കെ ദെറി പോലെ, ബെഡ്ഷീറ്റ് പോലെ, പായ പോലെയൊക്കെ ഇരിക്കുന്ന മൃഗങ്ങളുടെ തുകല് കൊണ്ടുണ്ടാക്കിയ ചുരുളുകൾ, അതൊക്കെ പ്രത്യേകമായിട്ട് ക്രമീകരിച്ച് അതേലാണ് തൂവലും മഷിയും കൊണ്ട് എഴുതുമായിരുന്നത്. യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ. അങ്ങനെ അക്ഷരീയമായി മൃഗങ്ങളുടെ തുകലുകളിൽ, ലെതറിൽ എഴുതിയ ചുരുളുകൾ, സ്ക്രോളുകൾ, അതിൻ്റെ ഒരു ചെറിയ അംശമായാലും നമ്മളൊക്കെ മിഠായി തിന്നുന്നത് പോലെ ചില ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ചുരുളുകളുണ്ട്. ചില ഭക്ഷണത്തിലൊക്കെ എഗ് റോൾ, ഒരു ഭക്ഷണം ബേക്കറികളിലും ഹോട്ടലുകളിലുമൊക്കെ റോൾ ചെയ്തതായിട്ട് കിട്ടും. ഇതുപോലെ തിന്നാൻ പറ്റുന്ന ഒരു റോൾ ഒന്നും, സ്ക്രോളും റോളും ഒന്നും ആയിരുന്നില്ല ഇതെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് അക്ഷരീയമായി തിന്നുന്നതായിട്ട് എടുക്കേണ്ടതില്ല. ഇത് അക്ഷരീയമായ ഒരു പുസ്തകം യോഹന്നാൻ വാസ്തവത്തിൽ തിന്നുന്നതല്ല ഇവിടുത്തെ കാര്യം. പിന്നെ പുസ്തകം അല്ലെങ്കിൽ ചുരുൾ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം അതിൽ എഴുത്തുകൾ അല്ലെങ്കിൽ അതിൽ പ്രഖ്യാപിക്കപ്പെടേണ്ട വചനങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ യോഹന്നാൻ ഏതായാലും മൃഗത്തിന്റെ തുകലൊന്നും ചവച്ചരച്ച് തിന്നിട്ടില്ല, അത് തിന്നാനോട്ട് കൊടുത്തിട്ടുമില്ല. അതല്ല ഇവിടുത്തെ അർത്ഥം. അപ്പോൾ ഈ പുസ്തകം ഒന്ന് അക്ഷരീകമല്ല. ഈ പുസ്തകം 5-ാം അധ്യായത്തിലെ പുസ്തകത്തെ നമുക്ക് അക്ഷരീകമായി തന്നെ മനസ്സിലാക്കാം. ഇവിടെ അക്ഷരീകമല്ല തിന്നാൻ കൊടുത്ത ഈ പുസ്തകം. ഇത് തുറന്നിരിക്കുന്നു എന്ന് വച്ചാൽ മുദ്രയിടപ്പെട്ടതല്ല. 5-ാം അധ്യായത്തിലേതുപോലെ മുദ്രയിടപ്പെട്ടതോ അടച്ചു വെച്ചതോ അല്ല. എന്ന് വച്ചാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇനിയും രഹസ്യമായി വെക്കേണ്ടതില്ല. ദാനിയേൽ 12-ാമത്തെ അധ്യായത്തിൽ ദൈവം ദാനിയേലിനോട് പറയുന്നു, ഈ പുസ്തകത്തിന് മുദ്രയിട്ടേക്കുക. ഇതിലെ പ്രവചനങ്ങൾ ദീർഘകാലത്തേക്കുള്ളതാകുന്നു. അത് നിറവേറുന്നതിന് സമയം വന്നിട്ടില്ലാത്തത് കൊണ്ട് അത് അടച്ചു വച്ചേക്കുക. എന്നാൽ ഇവിടെ നാം 6-ാമത്തെയും 7-ാമത്തെയും വാക്യങ്ങളിൽ വായിച്ചു, ഇനിയും
ഈ പ്രവചനങ്ങളൊക്കെ ദൈവം അരുളി ചെയ്തതുപോലെയുള്ളത് നിവർത്തിക്കുവാൻ കാലതാമസമില്ല. കാലം അടുത്തിരിക്കുന്നു. അതുകൊണ്ട് അത് മുദ്ര വയ്ക്കാതെ അത് തുറന്നു വെച്ചിരിക്കുന്നു. ഇവിടെ യോഹന്നാൻ ആ ചുരുൾ തിന്നു എന്നുള്ളത് അക്ഷരീയമായൊരു പുസ്തകം ചവച്ചരച്ച് തിന്നു എന്നല്ല. പകരം ദൈവം അവന്റെ ഉള്ളിൽ ദൈവത്തിന്റെ അരുളപ്പാടുകളെ ആക്കി എന്നതാണ്. God put his word, his oracles, his counsel in John. വയറ്റിൽ എന്നല്ല അതിന്റെ അർത്ഥം. അത് ഈ പുസ്തകം തിന്നുന്നതുമായി ബന്ധപ്പെട്ട് വായും വയറും പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അവിടെ പറയുന്ന വയറിന്റെ അർത്ഥം the inner man, the inward things, the very soul of John. യോഹന്നാന്റെ ആന്തരികത എന്നതാണ്, യോഹന്നാന്റെ മനസ്സെന്നതാണ് വയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പഴയ നിയമകാലത്ത് അങ്ങനെയായിരുന്നു. മനസ്സെന്നും ഹൃദയമെന്നും ഒക്കെ ഉള്ളതിന് ബലി, വയറ് എന്ന പ്രയോഗം അക്കാലത്തുണ്ടായിരുന്നു. ഏതായാലും ദൈവത്തിന്റെ വചനം ചെല്ലുന്നത് വയറ്റിലേക്കല്ല. വയറിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ നമുക്കറിയാം, ദഹനവ്യൂഹ വ്യവസ്ഥ ഒക്കെ നമുക്കറിയാം വയറ്റിലേത്. ഇവിടെ വയറെന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് യോഹന്നാന്റെ അന്തരംഗം എന്ന് മാത്രമേ ഉള്ളൂ. യോഹന്നാന്റെ മനസ്സ്, യോഹന്നാന്റെ ഹൃദയം, അവന്റെ ചിന്താഗതികൾ, the inward elements, inward endowments in John, including his soul, his spirit, his thoughts, his imaginations and all. അവന്റെ ആന്തരികത, അല്ലാതെ നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ട് ചെന്ന് ദഹനമൊക്കെ നടക്കുന്ന ആ സിസ്റ്റത്തെ, ആ വയറിനെ അല്ല ഇവിടെ വയറ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം വചനം ചെല്ലുന്നത് നമ്മുടെ ചോറും ചപ്പാത്തിയും ചെല്ലുന്ന വയറ്റിലേക്കല്ല. അവിടെ വചനം ചവച്ചരയ്ക്കുന്നതിന് അല്ലെങ്കിൽ ദഹിപ്പിച്ച് ശുദ്ധീകരിച്ചെടുക്കുന്നതിനുള്ള വ്യവസ്ഥകൾ, സിസ്റ്റംസ് ഒന്നും അപ്പോസ്തലന്മാരുടെ ഉൾപ്പെടെ ആരുടെയും വയറ്റിലില്ല. നമ്മുടെയൊക്കെ തന്നെ അനാറ്റമി ആയിരുന്നു, ശരീര വ്യവസ്ഥയായിരുന്നു അവർക്കും ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ചുരുള് തിന്നതും വയറിൽ കയ്പും മധുരവും ഒക്കെ ഉണ്ടാക്കിയതും അതൊന്നും അക്ഷരീയമായിട്ടല്ല നാം കാണേണ്ടത്. ആലങ്കാരിക പ്രയോഗങ്ങളാണ്, പ്രതീകാത്മക പ്രയോഗങ്ങളാണ്. ഇവിടുത്തെ അർത്ഥം, ദൈവം യോഹന്നാന് തന്റെ വചനം നൽകി. കുട്ടികൾ ആദ്യം പറഞ്ഞ അഭിഷേകവുമായി ഇതിനെ ചെറുതായിട്ട് കൂട്ടിയോജിപ്പിക്കാം. ഈ വചനം, ദൈവത്തിന്റെ ആലോചനകൾ, ഈ അരുളപ്പാടുകൾ യോഹന്നാന് നൽകിയിട്ട് ആ വചനം ബന്ധപ്പെട്ട ജാതികളെ, ഭാഷക്കാരെ, വംശങ്ങളെ, രാജാക്കന്മാരെ അറിയിക്കുന്നതിനുള്ള നിയോഗവും അഭിഷേകവും കൂടെ കൊടുക്കുന്നതാണ്. അപ്പോൾ ആ ശുശ്രൂഷ ചെയ്യുന്നതിനുള്ള നിയോഗവും അഭിഷേകവും ഉണ്ട്. അതിനു മുൻപ് ഈ വചനം തിന്നുന്നതിലൂടെ ദൈവത്തിന്റെ അരുളപ്പാടുകൾ ദൈവം യോഹന്നാന്റെ അകത്ത് അടക്കം ചെയ്യുന്നു. ഇതാണ് ഈ പുസ്തകത്തിന്റെ അർത്ഥം. ഈ പുസ്തകം ഈ 5-ാം അധ്യായത്തിലെ മുദ്രിത പുസ്തകമല്ല.
5-ാം അധ്യായത്തിൽ മുദ്രയിട്ടതും പിന്നീട് കുഞ്ഞാട് മുദ്രകൾ തുറന്നതുമായതുകൊണ്ട് ഇപ്പോൾ അത് തുറന്ന പുസ്തകം എന്ന് പറയുന്നു എന്നത് ശരിയല്ല. കാരണം ആ പുസ്തകം ഭാവിയിലേക്കുള്ള പ്രവചനങ്ങളുടെ പുസ്തകമായിരുന്നില്ല. നമ്മൾ കണ്ടിട്ടുണ്ട് 5-ാം അധ്യായത്തിൽ. അത് വീണ്ടെടുപ്പിന്റെ ഉടമ്പടിയുടെ വിഷയങ്ങളായിരുന്നു. അതുകൊണ്ട് ആ പുസ്തകമല്ല, അല്ലെങ്കിൽ അതിൽ എഴുതിയിരിക്കുന്ന വചനങ്ങളല്ല യോഹന്നാന് ഇവിടെ ദൈവം കൈമാറുന്നത്. അതുകൊണ്ട് ആ പുസ്തകമാണ് ഈ പുസ്തകം എന്ന ധാരണ തെറ്റാണ്. യെരമ്യാവില് വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. അതെ, അത് വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് ദൈവത്തിന്റെ ആലോചനകൾ പ്രവാചകൻ ഉൾക്കൊള്ളുന്നതിനെയാണ്. കണ്ടെത്തി ഭക്ഷിക്കുന്നു. നമ്മളും പറയുന്നുണ്ടല്ലോ, ദൈവവചനം ആത്മീയ ആഹാരമാണെന്ന്, സ്പിരിച്വൽ ഫുഡ്. അത് തിരുവഴുത്തുകൾ തന്നെ തിരുവഴുത്തുകളെ വ്യാഖ്യാനിക്കുന്ന ചില ഉപമാനങ്ങളുണ്ട്. അനാലജീസ് the scriptures use to illustrate scriptures. Okay, the analogies or the illustrations the scripture itself uses to elaborate the word. അതിൽ ഒന്നാമത്തേത് word as the seed. ഇപ്പം അങ്കിൾ പറഞ്ഞതുകൊണ്ട് ഞാനിത് പറയുകയാണ്. ദൈവവചനത്തെ വിത്തായിട്ട് വചനം തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. വിത്തെന്ന നിലയിൽ അത് വീണ്ടും ജനനത്തിന് മുഖാന്തരമാണ്. As seed, the word begets a sinner into the family of God, or the word gives new birth. പുതുജനനം നൽകുന്ന വിത്താണ് ദൈവവചനം. രണ്ടാമതായി ദൈവവചനം പറയുന്നു, ഇറ്റ് ഈസ് പ്യുവർ മിൽക്ക്, അൺഅഡൾട്ടറേറ്റഡ് മിൽക്ക് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ ന്യൂ ബോൺ സ്പിരിച്വൽ ബേബ്. വചനമെന്ന വിത്തിനാൽ ദൈവത്തിന്റെ ഭവനത്തിലേക്ക് പുതുജനനം പ്രാപിച്ച ഒരു ആത്മീയ ശിശുവിന് ക്രിസ്തുവിൽ ദൈവത്തിൽ വളരുവാൻ വേണ്ട നിർമ്മലമായ പാലാണ് വചനം. അപ്പോൾ വിത്ത് ആയി ഇതേ വചനം വീണ്ടും ജനിപ്പിക്കുമ്പോൾ പാലായി ഇതേ വചനം എന്ത് ചെയ്യുന്നു? ജനിച്ചു വീണ ശിശുവിനെ വളർത്തുന്നു. അവിടെ മുതൽ ഈ വചനം ഭക്ഷണമായിട്ട് തീരുകയാണ്. അതങ്ങോട്ട് കഴിയുമ്പോൾ മൂന്നാമത്തെ നിലയിൽ പാലായിട്ട് മാത്രം വളരുന്നവർക്ക് പോരല്ലോ, യൗവനക്കാർക്ക് പാല് പോരല്ലോ, മുതിർന്നവർക്ക് എന്നും ബോൺവിറ്റായിട്ടോ ബൂസ്റ്റ് ഇട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്താന്ന് വെച്ചാൽ പുതുതായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇട്ട് ഓരോ കപ്പ് പാല് തന്നത് കൊണ്ട് നമ്മൾ തൃപ്തരാവില്ല. മുതിർന്നവർ, അവർക്ക് കട്ടിയായുള്ള ആഹാരം വേണം. So for the spiritual youths, for those who are growing in spirituality, the same word which served as seed and milk now serves as solid food. വീണ്ടും ജനിപ്പിക്കുന്നതിനായിട്ട് ഉപയോഗിക്കപ്പെട്ട വിത്തായ വചനം ജനിച്ചു വീണ ശിശുവിന് വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിതമായ നിർമ്മല പാലായി ഉപയോഗിക്കപ്പെട്ട വചനം പിന്നീട് വളർന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഇതെന്താണ്? കട്ടിയായുള്ള ആഹാരമാണ്. അപ്പോൾ ഏത് പ്രായത്തിലും പെട്ടവർക്ക് വചനം ആത്മീയ ഭോജനമാണ്.
ആ അർത്ഥത്തിലാണ് യിരെമ്യാവ് പറയുന്നത്, നിന്റെ വചനം ഞാൻ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഇന്നത്തെ പോലെ സുലഭമല്ലാതിരുന്ന അക്കാലത്ത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ പ്രാപിക്കുവാൻ യിരെമ്യാവിന് ഏറെ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, കാത്തിരിപ്പ് നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇത് പറയുന്ന സമയത്ത് യിരെമ്യാവിന്റെ പ്രവചന ഗ്രന്ഥം പോലും ഇന്നത്തെ അവസ്ഥയിൽ എത്തിയിട്ടില്ല. അന്നുണ്ടായിരുന്ന യഹൂദന്മാർ ദൈവവചനത്തെ വെളിപ്പെട്ട് കിട്ടിയതിനെ പോലും പുറംകാലുകൊണ്ട് ചവിട്ടിക്കളയുമ്പോൾ യിരെമ്യാവ് പറയുന്നു, എനിക്കതിനോട് പ്രിയമാണ്, ഞാനത് കണ്ടെത്തി അതിനുവേണ്ടി പരിശ്രമിച്ച് ഭക്ഷിക്കുന്നു, ഉൾക്കൊള്ളുന്നു, സ്വീകരിക്കുന്നു എന്ന അർത്ഥത്തിലാണ്. അവിടെയും അക്ഷരീയമായി വചനം അല്ലെങ്കിൽ ചുരുള് തിന്നുന്ന കാര്യം അല്ല പറഞ്ഞിരിക്കുന്നത്. So even Jeremiah doesn't speak about eating up some literal scrolls. It's about seeking after the word and receiving the word and rejoicing in. അതേപ്പറ്റിയാണ് യിരെമ്യാവ് പറഞ്ഞത്. അതേ അർത്ഥമാണ് നമുക്ക് ഇവിടെയും എടുക്കാൻ സാധിക്കുന്നത്. സ്തോത്രം. അപ്പോൾ അക്ഷരീയമായൊരു പുസ്തകം തിന്നുന്നതല്ല, പകരം ഇനിയും പ്രവചിക്കുവാൻ വേണ്ടി യോഹന്നാനെ ദൈവിക സന്ദേശത്താൽ നിറയ്ക്കുന്നതാണ്. ദൈവത്തിന്റെ പ്രവാചകന്മാർക്ക് പലർക്കും, പഴയ നിയമത്തിലാകട്ടെ ഇവിടെ യോഹന്നാനാകട്ടെ, ഇങ്ങനെ കണ്ണടച്ചിരിക്കുമ്പോൾ പ്രവചനങ്ങൾ ഇങ്ങനെ പുതുതായിട്ട് കിട്ടിപ്പറയുന്നതല്ലായിരുന്നു. അവർ പറയുന്നതിന് മുമ്പ് തന്നെ എന്ത് പറയണമെന്ന് ദൈവം അവരെ അറിയിച്ചിരുന്നു. Even most of the Old Testament prophets and even in the New Testament, including John, they were not spontaneously receiving some oracles and simply speaking, but rather God used to tell them what they have to go and preach. So they already in advance used to get the word of God, to prophesy, to preach, to admonish, to exhort with. അങ്ങനെ പഴയ നിയമ പ്രവാചകന്മാരോട് വിശേഷിച്ച് ദൈവം പ്രവചനത്തിന്റെ സന്ദേശം കൊടുത്താണ് അയക്കുമായിരുന്നത്. നീ പോയി ഇന്നവരോട് ഇന്നത് പറയുക. ഇവിടെയും അതുതന്നെയാണ് യോഹന്നാനോട് ദൈവം ചെയ്യുന്നത്. അവൻ എന്തു പറയണമെന്ന് ഇവിടത്തെ വെച്ച് തന്നെ അവനെ അറിയിക്കുകയാണ്. ദൈവത്തിന്റെ വചനം അവന്റെ ഉള്ളിലാക്കി അവനെ അയക്കുകയാണ്. മറ്റൊരു പ്രവചന രീതിയുണ്ട്, സ്പോണ്ടേനിയസ് ആയിട്ട്, നിൽക്കുന്ന നിപ്പിൽ പെട്ടെന്നൊരു അരുളപ്പാട് വരുന്നു, പറയുന്നു. നേരത്തെ ദൈവം അറിയിച്ചതൊന്നുമല്ല, പെട്ടെന്നങ്ങ് പറയുന്നു. എന്നാൽ ഇതങ്ങനെയല്ല, വചനം ഉള്ളിലാക്കി സന്ദേശം അവരെ അറിയിച്ച് ദൈവം അവരെ അയക്കുകയാണ്. ഇവിടെ അതാണ് വിഷയം. അപ്പൊ യോഹന്നാന് എന്തൊക്കെ, എവിടെയൊക്കെ, ആരോടൊക്കെ ഇനിയും ദൈവത്തിന്റെ അരുളപ്പാടായി അറിയിക്കണം എന്ന് ഇവിടെ ദൈവം അവനോട് മുൻകൂട്ടി പറയുകയാണ് ചെയ്യുന്നത്. അതാണ് അവന്റെ അകത്ത് വചനം ഇട്ടതിന്റെ അർത്ഥം. ഇത്രയും വ്യക്തമാണോ? ഇപ്പം മധുരവും കയ്പും വന്നതിന്റെ അർത്ഥമോ വർഷം? പറയാം. 10-ാം വാക്യം ഒന്നും കൂടെ വായിച്ചോളൂ.
10:10 വെളിപ്പാട്. And I took the little scroll from the hand of the angel and ate it. It was sweet as honey in my mouth, but when I had eaten it, my stomach was made bitter. വായിൽ ഇത് മധുരമായിരുന്നു, വയറ്റിൽ അത് കയ്പായിരുന്നു. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ അരുളപ്പാടുകൾ യോഹന്നാൻ പ്രാപിച്ച് ജനത്തെ അറിയിച്ചപ്പോൾ ആ ശുശ്രൂഷ അല്ലെങ്കിൽ ആ വചനം അറിയിക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമായിരുന്നു. സ്തോത്രം. വളരെ സന്തോഷകരമായിരുന്നു. വായിൽ അത് പറയാൻ വളരെ മധുരതരം. സ്തോത്രം. എവ്രി സ്വീറ്റ് എന്ന് പറയുന്ന ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, എവ്രി റെവലേഷൻ ഓഫ് ഗോഡ്സ് പർപ്പസസ് ഈസ് ബിറ്റർ സ്വീറ്റ്, disclosing judgment as well as the mercy. Most of divine revelations have these two effects. ഏതാണ്ട് എല്ലാ ദൈവവചന വെളിപ്പാടുകൾക്കും സ്തോത്രം ഈ രണ്ട് ഫലങ്ങളുണ്ട്. ഈ രണ്ട് ഫലങ്ങൾ. ഒന്ന്, ദൈവത്തിന്റെ അരുളപ്പാടുകൾ, ദൈവത്തിന്റെ ന്യായവിധികൾ, ദൈവത്തിന്റെ വെളിപ്പാടുകൾ, അതിൽ ദൈവത്തിന്റെ ദയയുടെ വെളിപ്പാടുകളുണ്ട്. അതുപോലെ ദൈവിക ന്യായവിധിയുടെ വെളിപ്പാടുകളും. In almost all divine interventions, these two things are there. Would you just please turn to Romans 11:22? റോമർ 11:22 Note then the kindness and the severity of God. Severity towards those who have fallen, but God's kindness to you, provided you continue in his kindness. Otherwise, you too will be cut off. Just its beginning, behold the kindness and the severity or the strictness of God. In almost all the oracles, we see these two things of God: kindness and severity or strictness. परमेश्वर की दया और कड़ाई. ഹിന്ദിയിൽ കടായി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഹിന്ദിയിൽ കടായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചീനിച്ചട്ടി എന്ന അർത്ഥം. ചീനിച്ചട്ടിക്ക് പറയുന്നതാണ് കടായി. ചീനിച്ചട്ടിയുടെ ചൂടാണ് ഭയങ്കര ചൂടായി പലരും പറയുന്നത്. വറക്കാനും പിന്നെ എന്താണ് പറയുന്നത്, എണ്ണ തിളപ്പിച്ച് അതിൽ വറുത്തെടുക്കാനുമൊക്കെ. ഉണക്ക വറക്കലായാലും എണ്ണയിലെ വറക്കലായാലും വറക്കലിന് വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ചീനിച്ചട്ടി, കടായി. ഇപ്പൊ ചീനിച്ചട്ടിയിലെ പ്രയോഗം നമുക്ക് ഇഷ്ടമുള്ളതല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അനുഭവം. മണല് വറുത്ത് അതിനകത്ത് തിളയ്ക്കുന്ന മണലിനകത്ത്
വെള്ളവും എണ്ണയും ഇല്ലാതെ വറുത്തെടുക്കുന്ന ചുട്ടെടുക്കുന്ന സാധനങ്ങളുണ്ട്. അതുപോലെ തിളച്ച എണ്ണയിൽ വറുത്തു കോരുന്ന സാധനങ്ങളും. രണ്ടിനും ഉപയോഗിക്കുന്നത് പൊതുവെ ചീനച്ചട്ടിയാണ്. അതുകൊണ്ട് ആ അനുഭവത്തെ കുറിക്കാൻ തന്നെ ആകാം ഹിന്ദിയിൽ ഈ ചീനച്ചട്ടിക്ക് കടായി എന്ന് പേരിട്ടത്. അതിന്റെ അർത്ഥം സിവിയറിറ്റി, മലയാളത്തിൽ ഖണ്ഡിതം എന്നാണ്. ദൈവം അല്ലെങ്കിൽ പൗലോസ് പറയുന്നു, ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ ഖണ്ഡിതവും കാണുക. ഖണ്ഡിതം അല്ലെങ്കിൽ സിവിയറിറ്റി എന്ന് പറഞ്ഞാൽ ഡിവൈൻ റൈറ്റ്ഫുൾ ഇന്റർവെൻഷൻ ഇൻ ഹിസ് റാത്ത്. ക്രോധത്തോടുകൂടെ, കരുണ ലേശമില്ലാതെ നീതിയിലുള്ള ദൈവത്തിന്റെ ഇടപെടിയിലാണ് ഈ ഖണ്ഡിതം. നോ മെഴ്സി, നോ കൈൻഡ്നെസ്, ഓൺലി റൈച്ചസ് ഇന്റർവെൻഷൻ ഇൻ റാത്ത്. കോപത്തിലുള്ള നീതിയുക്തമായ ഇടപെടിയിലാണ് ഖണ്ഡിതത്തിലുള്ളത്. ദൈവം അരുളി ചെയ്യുന്ന അരുളപ്പാടുകളിലൊക്കെ ഈ രണ്ട് ഘടകങ്ങളുമുണ്ട്. ദൈവത്തിന്റെ ദയയുമുണ്ട്, ദൈവത്തിന്റെ ഖണ്ഡിതവുമുണ്ട്. ദൈവത്തിന്റെ അറിയിക്കുന്ന അരുളപ്പാടുകളുടെ ദയയുടെ വെളിപ്പാട് വായിലത് മധുരം പോലെയും, അനുസരിച്ചില്ലെങ്കിൽ ദൈവനീതിയുടെയും ക്രോധത്തിന്റെയും വെളിപ്പാടുകളെ കുറിച്ചുള്ള അരുളപ്പാടുകൾ വയറ്റിൽ കയ്പായി മാറുന്നു. When a person speaks of the kindness of God, God's love, God's provision, His protection, His promises, all those are sweet in the mouth of the prophet, of the preacher. But the message of severity, revelation of God's righteousness, revelation or the oracles of the judgment, they are bitter within. അകത്ത കയ്പെന്ന് പറഞ്ഞാൽ വേദനയുളവാക്കുന്നതാണ്. ഇനി അതുമല്ലെങ്കിൽ പറയുന്ന പ്രവാചകന് ഇത് മധുരതരമാണ്, അനുസരണം കെട്ട കേൾവിക്കാരന് അത് ഉള്ളിൽ കയ്പുളവാക്കുന്നതാണ്. ഇത് രണ്ടുമുണ്ട്. പറയുന്നവന് തന്നെ ഈ രണ്ടനുഭവങ്ങളും ഉണ്ടാകാം. വായിൽ മധുരവും വയറ്റിൽ കയ്പും. രണ്ടാമത്തെ അർത്ഥം, പറയുന്ന പ്രവാചകന് ദൈവത്തിന്റെ അരുളപ്പാടുകൾ എന്ന നിലയിൽ അത് മധുരതരമാണ്. എന്നാൽ കേൾക്കുന്ന മത്സരിക്ക്, കേൾക്കുന്ന മറുതലിപ്പുകാരന്, കേൾക്കുന്ന ശാഠ്യക്കാരന്, അനുസരണം കെട്ടവന് അത് കേൾക്കും തോറും കയ്പായി വരികയാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ വായിൽ മധുരം, വയറ്റിൽ കയ്പ്. ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കുന്നവർക്കെല്ലാം ഉള്ള ഒരു സമ്മിശ്ര അനുഭവമാണത്. സമ്മിശ്ര അനുഭവം, a mixed experience of sweet and bitterness. Not actually bitterness, a bitter experience. It's not that sweet within. ഇന്നലെ നമ്മൾ കണ്ടല്ലോ, മനസ്സോടെയല്ല ദൈവം മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിക്കുന്നത്. ഒരു പ്രവാചകനും മറ്റുള്ളവരോട് ന്യായവിധി പ്രവചിക്കാൻ ആഗ്രഹമില്ല.
പക്ഷേ അവൻ അതും പ്രവചിച്ചേ പറ്റൂ. എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമുള്ളത് പ്രസംഗിക്കാനും പ്രവചിക്കാനുമാണ് പ്രവാചകന്മാർക്കും പ്രസംഗകർക്കും സന്തോഷം. ഒരു പ്രസംഗം കഴിഞ്ഞിറങ്ങുമ്പോൾ നന്നായിരുന്നു പാസ്റ്റർ എന്ന് പുറത്ത് തട്ടി പറയുന്നത് കേൾക്കാനാണ് ഞങ്ങൾക്കൊക്കെ ആഗ്രഹം. ഞങ്ങൾ പ്രസംഗിക്കുമ്പം സന്തോഷത്തിന്റെ കണ്ണുനീര് പൊഴിക്കുന്നത് കാണാൻ ഞങ്ങൾക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. ന്യായവിധിയുടെ കാര്യമോ ശിക്ഷാവിധിയുടെ കാര്യമോ ഒന്നും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് കയ്പ. പക്ഷെ ദൈവത്തിന്റെ അരുളപ്പാടുകൾക്ക് രണ്ട് ഭാഗങ്ങളുണ്ട്. ദൈവവചനത്തിന് രണ്ട് അനുഭവങ്ങളുണ്ട്. അത് നമ്മുടെ ഇടയിലും ഉണ്ട്. യോഹന്നാനോടും അതാ പറഞ്ഞത്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടാനൊക്കെ നല്ല സുഖമാണ്. പക്ഷെ ദൈവം തിരഞ്ഞെടുത്തവനെ ശുശ്രൂഷയ്ക്ക് അയക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ തിക്തമായതാ, ബിറ്ററായിട്ടുള്ളതാ. It's very sweet to be chosen for God's purpose, to be anointed for the work of God. But it is bitter to go to the grounds of reality. ഈ രണ്ട് അനുഭവങ്ങളും എല്ലാ ശുശ്രൂഷകന്മാർക്കും പ്രസംഗകർക്കും പ്രവാചകന്മാർക്കും ഉള്ളത് തന്നെ. ഇത്രയും വ്യക്തമാണോ? ശരി, ഇതുവരെ ഉള്ളതിൽ മറ്റ് സംശയങ്ങൾ ഇല്ല എങ്കിൽ ദൂതന്റെ കയ്യിലിരുന്ന ചെറു പുസ്തകം, ആ പുസ്തകം തിന്മാൻ കൊടുത്തത്, അത് തിന്നത്, അതിൻ്റെ ഉള്ളടക്കം, അതിൻ്റെ ഉദ്ദേശം, അതിൻ്റെ മധുരവും കയ്പുമായ പ്രതിഫലനങ്ങൾ, ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ചിന്തിച്ചു. ഇത്രയും മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. മറ്റു ചോദ്യങ്ങളില്ലാത്തതുകൊണ്ട് മുൻപോട്ട് പോകാമല്ലോ. പാസ്റ്ററെ, അതിന്റെ മേളില് ആ ഇടിമുഴക്കത്തെ മുദ്രയിടാൻ പറഞ്ഞത് അതിലേക്ക് വരിക. അപ്പോൾ ചെറുപുസ്തകത്തെ പറ്റിയുള്ള ഈ വിവരണങ്ങൾ മനസ്സിലായെങ്കിൽ ഇനിയും നമുക്ക് കാണാനുള്ളത് ഇടിമുഴക്കത്തെ കുറിച്ചാണ്. സ്തോത്രം. 3-ാമത്തെ വാക്യം, 3-4 വാക്യങ്ങൾ വായിച്ചാട്ടെ. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിമേലും വെച്ചു. സിംഹം അലറും പോലെ അത്യുച്ചത്തിൽ ആർത്തു. ആർത്തപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. 7 ഇടിനാദം മുഴക്കിയപ്പോൾ ഞാൻ എഴുതുവാൻ ഭാവിച്ചു. എന്നാൽ 7 ഇടി മുഴക്കിയത് എഴുതാതെ മുദ്രയിട്ടേക്കുക എന്ന് സ്വർഗത്തിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. സ്തോത്രം. ആ ദൂതന്റെ വലിപ്പവും അധികാരവുമാണ് വലങ്കാലും ഇടങ്കാലും സമുദ്രത്തിന്മേലും ഭൂമിമേലും വെച്ചു എന്നുള്ളത് കൊണ്ട് കാണിക്കുന്നത്. He has the authority on the entire universe. That is shown by putting up his both legs, one on the sea and one on the earth. കരയിലും കടലിലും ഒരുപോലെ അധികാരം നൽകപ്പെട്ട ഒരു ദൂതനാണവൻ. കരയിലും കടലിലും ഒരുപോലെ പ്രവർത്തിപ്പാൻ നിയുക്തനായ അധികാരമുള്ളവനാണവനെന്ന് ആ ദൂതന്റെ വലിപ്പവും തന്റെ കാല് കടലിന്മേലും കരയിന്മേലും വെച്ചിരിക്കുന്നതിൽ നിന്ന് മനസ്സിലാക്കാം. ആ ദൂതന്റെ ശക്തിയും അധികാരവും ഒക്കെ നമ്മൾ ഇന്നലെയും
അശ്ശൂർ പാളയത്തിൽ നിന്നുള്ളത് ഉദാഹരണ സഹിതം കണ്ടു. പിന്നീട് നാം കാണുന്നതാണ് അവൻ അത്യുച്ചത്തിൽ ആർത്തു. ആ വലിപ്പത്തിനൊത്ത ശബ്ദം ഉണ്ടെന്ന്. ദൂതന്റെ വലിപ്പത്തിനൊത്ത ശബ്ദവും കൂടെയുണ്ട്. അതും തന്റെ അധികാരത്തെ, ആ ആർക്കുന്ന ശബ്ദം തന്റെ വലിപ്പത്തെ ഒക്കെ കാണിക്കുന്നു. പിന്നെ അർജൻസിയെ കാണിക്കുന്നു. പെട്ടെന്ന് ശബ്ദമുണ്ടാക്കുന്നത് നമുക്കറിയാം. ഒരു നിലവിളി പോലെ അർജൻസി, വളരെ അത്യാവശ്യമായ ഒരവസ്ഥയെ കാണിക്കുന്നതാണ് ശബ്ദം. അതും കഴിഞ്ഞിട്ടാണ് അപ്പോൾ 7 ഇടിയും നാദം മുഴക്കി. 7 ഇടിയും നാദം മുഴക്കി. അവിടെ നാം കാണുന്നത് 7 ഇടിനാദം. സ്തോത്രം. മൂലഭാഷയിൽ അതിനുള്ള അർത്ഥം കൊടുത്തിരിക്കുന്നത് ശബ്ദം കേൾപ്പിച്ചു എന്ന അർത്ഥത്തിലാണ്. 7 ഇടിയും നാദം മുഴക്കി. ഗ്രീക്കിലെ അർത്ഥമാണ് ശബ്ദം കേൾപ്പിച്ചു. ഇവിടെ തണ്ടർ എന്നർത്ഥമാണോ? ഇംഗ്ലീഷിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നത്? അത് 7 10 thunder. verse 10 verse 3. The 7 and called out with a loud voice like a lion roaring. When he called out, the 7 thunders. കേൾക്കുന്നില്ലല്ലോ. Oh, sorry. And called അങ്ങോട്ട് out, കേൾക്കാമോ? and called out with a loud voice like a lion roaring. മറ്റുള്ളവർക്ക് കേൾക്കാമോ? അനുസരിച്ച് വായിക്കുന്നേ. Yes, Pastor. എനിക്ക് ഉള്ളു കേൾക്കാതെ. കേൾക്കാം. ഓക്കെ. Yeah, when he cried out, 7 thunders uttered their voices. ഇവിടെ തണ്ടർ വോയിസ്, തണ്ടർ സൗണ്ട്, ഇടിനാദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇടിമുഴങ്ങി എന്ന അർത്ഥമല്ല. മഴ പെയ്യുമ്പോഴുള്ള ഇടി എന്ന അർത്ഥമല്ല. അവിടെ ശബ്ദമുണ്ടായി എന്നതാണ്. ആ ശബ്ദം വെറും ഇടി പോലെ ഒരു ശബ്ദം, വെടിപൊട്ടുന്ന പോലെ ഒരു ശബ്ദമല്ല ഉണ്ടായത്. ആ ശബ്ദത്തിന് വ്യക്തമായ ഭാഷ ഉണ്ടായിരുന്നു. It is about speaking. It's not just sounding a mere thunder sound, but it was thunder like speaking. ഇടിനാദം പോലെ മുഴങ്ങിക്കേട്ട വ്യക്തതയുള്ള സംസാരമാണ് ഇവിടെ നടന്നത്. ഇതിനെ നമുക്ക് ദൈവവചനത്തോട് ഉപമിക്കാം. പ്രത്യേകിച്ച് 27-ാമത്തെ സങ്കീർത്തനത്തിൽ സ്തോത്രം നാം കാണുന്ന കാര്യമാണ്. 29-ാമത്തെ സങ്കീർത്തനത്തിൽ 3 മുതൽക്കുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. 3 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിൽ ദൈവശബ്ദത്തിന്റെ സപ്തവിധമായ പ്രവർത്തികൾ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾക്ക് സങ്കീർത്തനങ്ങൾ ധാരാളം വായിക്കുന്നവരായതുകൊണ്ട് അറിയാം. യഹോവയുടെ ശബ്ദം വെള്ളത്തിന് മീതെ മുഴങ്ങുന്നു. അങ്ങനെ 9-ാമത്തെ വാക്യം വരെ ഉണ്ട്. യഹോവയുടെ ശബ്ദം, ശബ്ദം, ശബ്ദം.
മുഴങ്ങുന്നു. ആ മൂന്നാമത്തെ വാക്യം മാത്രം ഒന്ന് വായിച്ചോ മാമേ. മൂന്നാമത്തെ, യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. ഇടിമുഴക്കുന്നു. കണ്ടോ, യഹോവയുടെ ശബ്ദം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇടിമുഴക്കുന്നു. അപ്പോൾ ആ ദൈവശബ്ദത്തെ 9 വരെ നിങ്ങൾ ഇപ്പം വായിച്ചു നോക്കുക. ആവർത്തിച്ച് ശബ്ദം 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 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിസ് വോയിസ്, the voice of the Lord, the God of glory thunders. സ്തോത്രം. The voice of the Lord. ആവർത്തിച്ച് അതിൻ്റെ വിവിധ കാര്യങ്ങൾ പറയുന്നു. ഇവിടെ ഇടിനാദം എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം. പകരം എന്താണ്? ഇടിനാദം പോലെ ദൈവം സംസാരിച്ചത്. So here God is speaking in thunder sound. യോഹന്നാനും ഇതിനു മുമ്പലത്തെ അധ്യായങ്ങളിലും കേട്ടിട്ടുണ്ടല്ലോ. കാഹളം പോലെ കേട്ട ശബ്ദം, ഇടിനാദം പോലെ കേട്ട ശബ്ദം, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ കേട്ട ശബ്ദം, ബഹുപുരുഷാരത്തിന്റെ ആരവം പോലെ കേട്ട ശബ്ദം. ഇതെല്ലാം ദൈവശബ്ദത്തിന്റെ ചില പ്രത്യേകതകളാണ്. So John heard here God speaking. 7 എന്ന സംഖ്യയുടെ അർത്ഥം നമുക്കറിയാം. ഇവിടെ ഇടിനാദം എന്നത് ദൈവശബ്ദത്തിന്റെ പ്രത്യേകതയായി നാം കാണുന്നു. അപ്പോൾ ദൈവം യോഹന്നാനോട് എന്തോ സംസാരിച്ചു. യോഹന്നാൻ അത് കേട്ടു. യോഹന്നാൻ കേട്ടോ? കേട്ടു. യോഹന്നാന് മനസ്സിലായോ? അതുകൊണ്ടല്ലേ എഴുതാൻ തുടങ്ങിയത്. അതെ. ഇപ്പൊ യോഹന്നാൻ കേട്ടു, അത് യോഹന്നാന് മനസ്സിലായി. അത് എന്തോ മാർമികമായ കാര്യങ്ങളായിരുന്നു, സം മിസ്റ്റീരിയസ് തിങ്. അപ്പോൾ യോഹന്നാൻ എഴുതാൻ തുടങ്ങി. പക്ഷേ എഴുതാൻ അനുവദിച്ചില്ല. എഴുതാതെ വിട്ടേക്കാൻ പറഞ്ഞു. എന്താണ് അത് എഴുതാതെ വിട്ടത്? 2 കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചാൽ മതി. നമുക്ക് നിർത്താം. എഴുതാതെ വിട്ടേക്കാൻ പറഞ്ഞത് എന്തുകൊണ്ട്? എന്തായിരുന്നു താൻ കേട്ടത്? യോഹന്നാനോട് എന്താ ദൈവം സംസാരിച്ചത്? നമുക്കാർക്കും അറിയത്തില്ല. എഴുതണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് യോഹന്നാൻ എഴുതിയില്ല. എഴുതി നമുക്ക് തരാഞ്ഞത് കൊണ്ട് അതെന്താണെന്ന് നമുക്കറിയത്തില്ല. ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി കുത്തിയിരുന്ന് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒന്നും വേണ്ടതാണ്. അത് നമ്മൾ അറിയേണ്ടതല്ല. അതുകൊണ്ട് ദൈവം നമ്മെ അറിയിച്ചില്ല. യോഹന്നാൻ അതറിഞ്ഞു. പക്ഷേ ദൈവസഭ അല്ലെങ്കിൽ ലോകം അത് അറിയേണ്ടതല്ലാത്തതുകൊണ്ട് അത് മറച്ചു വച്ചിരിക്കുന്നു. അപ്പോൾ 7 ഇടിനാദം എന്നുള്ളത് ദൈവത്തിന്റെ സംസാരം, ദൈവം സംസാരിച്ചതാണ്, ദൈവം അരുളി ചെയ്തതാണ്. അത് ദൈവത്തിന്റെ വചനത്തിന്റെ ഗാംഭീര്യത്തെയാണ് കാണിക്കുന്നത്. അത് ദൈവിക പൂർണ്ണതയാണ് 7 എന്ന സംഖ്യ കൊണ്ട് കാണിക്കുന്നത്. അത് ദൈവ സാന്നിധ്യത്തെയാണ് കാണിക്കുന്നത്. പണ്ട് സീനായി മലയിൽ ദൈവം ഇറങ്ങി വന്നപ്പോഴും ഇടിനാദം ഉണ്ടായിരുന്നു.
അത് എന്തോ മാർമികമായ കാര്യമാണ്. ദൈവത്തിന്റെ പദ്ധതികൾ എന്തോ ആണ് അത് പറഞ്ഞത്. ദൈവം എന്ത് ചെയ്യാൻ പോകുന്നു എന്നുള്ളതാണ് അറിയിച്ചത്. പക്ഷെ എന്താണെന്ന് എഴുതാൻ യോഹന്നാനെ അനുവദിച്ചില്ല. അതുകൊണ്ട് നമുക്കും അതേപ്പറ്റി അറിയില്ല. നമ്മൾ അറിയേണ്ടതല്ലായിരുന്നു അത്. അതിനാൽ തന്നെ ദൈവം അത് മറച്ചു വെച്ചിരിക്കുന്നു. ആ മറച്ചു വെച്ചത് കൊണ്ട് അതെന്താണെന്ന് നമ്മൾ ഊഹാപോഹങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല. അതെന്താണെന്ന് തലപുകഞ്ഞാലോചിക്കുകയും ഉപവസിക്കുകയും ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആവർത്തനം 29:29 അല്ലെങ്കിൽ അവസാന വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ദൈവമായ യഹോവയ്ക്കുള്ളവയാകുന്നു, വെളിപ്പെടുത്തിയിരിക്കുന്നവയോ നമുക്കും നമ്മുടെ തലമുറകൾക്കും എന്നേക്കുമുള്ളതാണ്. നാം അതിലെ സകല വചനങ്ങളും അനുസരിച്ച് നടക്കേണ്ടതിന്. ഇവിടെ ദൈവം പറഞ്ഞ് യോഹന്നാൻ കേട്ടെങ്കിലും അത് മറ്റുള്ള എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് അത് നമുക്കുള്ള കാര്യങ്ങളല്ല, എന്നാൽ ദൈവിക പദ്ധതികളാണ്. നാം അറിയേണ്ടവയോ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നാം അറിയുവാൻ അനിവാര്യമായതോ അല്ല. അതുകൊണ്ട് അതേപ്പറ്റി നാം അന്വേഷിച്ച് സമയം കളയേണ്ടതില്ല. സ്തോത്രം. അത് വ്യക്തമായോ? 7D എഴുതാതെ വിട്ടത് അതിന്റെ മർമ്മം. മനസ്സിലായി കാണുമല്ലോ. പാസ്റ്റർ, ഓക്കെ, താങ്ക് യു. എങ്കിൽ നമുക്ക് ഇന്ന് പ്രാർത്ഥിച്ച് പിരിയാം. നാം ദൈവത്തിന്റെ വചനത്തിൽ നിന്നും മനസ്സിലാക്കിയതുപോലെ ദൈവത്തിന്റെ ദയയും ദൈവത്തിന്റെ ഖണ്ഡിതവും നാം എല്ലായ്പ്പോഴും കണ്ട്, വീഴുന്നവരിൽ ദൈവത്തിന്റെ സിവിയറിറ്റി, ഖണ്ഡിതവും, ദൈവകൃപയിൽ നിൽക്കുന്നവരിൽ ദൈവത്തിന്റെ ദയയും കണ്ട് സ്തോത്രം. എത്രയും വേഗം പ്രവചിക്കപ്പെട്ടതുപോലെ നിറവേറുവാനിരിക്കുന്ന നിത്യതയുടെ അവസ്ഥകൾക്കായി നമുക്കൊരുങ്ങാം. ദൈവത്തിന്റെ നിർണയങ്ങൾക്കനുസരിച്ചാണ് ദൈവപുത്രൻ ഭൂമിയിൽ വന്നതും ക്രൂശിൽ മരിച്ചതും. ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ കർത്താവിന്റെ മടങ്ങിവരവിനും ദൈവം തന്റെ പരിധിയിൽ മാത്രം വെച്ചിട്ടുള്ള സമയങ്ങളും കാലങ്ങളുമുണ്ട്. അത് നമ്മെ അറിയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായ്പ്പോഴും ആ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങാം. അതിനായി നമ്മെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.